ഗംഗയുടെ ഒഴുക്കിലും മലകളുടെ നിശബ്ദതകളിലും ശാന്തി കണ്ടെത്തുന്ന സ്ഥലം, അതാണ് ഋഷികേശ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പീസ് എന്ന് ഞാൻ പറയും. ഋഷികളുടെ ഈശ്വരൻ എന്നറിയപ്പെടുന്ന ഈ ഭൂമിയിൽ ശാന്തി ഒരു വാക്കല്ല, അതൊരനുഭവമാണ്. ഓക്കെ ഗൈസ്, ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ വാരണാസിന്ന് ഹരിദ്വാർ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഋഷികേശ് പോകും. ഇവിടെ നിന്ന് ആക്ച്വലി ടാക്സി പിടിച്ച് ഋഷികേശ് പോകാനാണ് പ്ലാൻ. ബാക്കിയുള്ള 4 ദിവസം ഋഷികേശാണ്. എന്നിട്ട് തിരിച്ച് നമ്മൾ വാരണാസി പോയി ബാക്കി വാരണാസി എക്സ്പ്ലോർ ചെയ്യും. ബേസിക്കലി വാരണാസി നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 5:30 ഇവിടെ വന്നപ്പോൾ വേറൊരു ഫീൽ, ലൈക്ക് ദ മൗണ്ടൻസ് ഫീൽ ആയിട്ടുണ്ട്. വാരണാസി ആയിട്ട് ഡിഫറെൻറ്റ് വൈബ്, ദിസ് പ്ലേസിൽ ഡിഫറെൻറ്റ് വൈബ്. നമ്മൾ ഗോസ്റ്റ് സ്റ്റോപ്സിൽ ബുക്ക് ചെയ്തു. അപ്പോൾ ഇനി അവിടെ റൂമിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, ഒരാളെ കണ്ടോ? അവൾ മല കയറി അങ്ങെത്തി. ഞാനാണെങ്കിൽ എൻ്റെ 2 ബാഗ് വെച്ച് ഈ ഒരു കയറ്റത്തിന് തന്നെ രണ്ട് സ്റ്റോപ്പ് എടുത്തേക്കോ. അവൾ അപ്പോഴേക്കും അങ്ങെത്തി. നോക്ക്, ഞാൻ ഈ മലയും കയറി. അതാ മല എന്ന് പറയാൻ പറ്റില്ല, 60 meters to go. This is one of the biggest ഭാഗ്യത്തിന് ഇത് സ്റ്റെപ്പാവാൻ നന്നായി. ഇനി നമ്മളെ പെട്ടുപോയനെ. എത്തിയോ? ഓ എൻ്റെ ദൈവമേ. ഗൈസ്, ഞങ്ങൾ ഫ്രഷൊന്നും ആയില്ല. ഒന്ന് നടന്ന് ഇവിടെയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കയറാം എന്നുള്ള മൂഡിലാണ്. ഗൈസ്, ഇവിടെ കുക്കീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ചൂടോടെ ഇതിലുണ്ടാക്കി തരുന്നത്. Wow, what are you selling? Authentic. This side is very chewy. This side is crunchy. Yeah, I mean, I don't know, the authentic stuff is So good. really good. Come on. ആക്ച്വലി ഋഷികേശ് അതിൻ്റെ കഫേസിനും വളരെ ഫേമസ് ആണ്. അങ്ങനെ നമ്മൾ നടന്ന് നല്ലൊരു ക്യൂട്ട് കഫേ കണ്ട് അവിടെ കയറി. ദിസ് വാസ് ഐ തിങ്ക് ഫ്രീഡം കഫേ. അവിടെ നല്ല അടിപൊളി ഒരു ഡിന്നർ കഴിച്ചു. ബിക്കോസ് അന്ന് ഹോൾ ഡേ ട്രാവലിംഗ് ആയതുകൊണ്ട് നമുക്ക് കാര്യമായി ഫുഡൊന്നും കഴിച്ചില്ല. സോ വി ഹാഡ് എ ഗ്രേറ്റ് ഡിന്നർ ദെയർ. അവിടുത്തെ ഡിന്നർ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് ഗോ സ്റ്റോപ്പിലേക്ക് വന്നു. പിന്നെ ഇവിടുന്ന് അടിപൊളി രസമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ടെറസൊക്കെ കാണണം. ഇതാണ് കുറേ നേരം നമ്മളിരുന്നു. ബേസിക്കലി നമ്മൾ ചെയ്ത ട്രാവൽസിനെല്ലാം ഗോ സ്റ്റോപ്സ് ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ എടുത്തത്. Hi guys. It is freezing cold. മറ്റേ കുത്തുന്ന തണുപ്പെന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുത്തുന്ന തണുപ്പാണ് ഇവിടെ. എന്നെ കാണാവൂ, കണ്ടാലും കണ്ടില്ലല്ലോ. ഇതാണ് ഇപ്പം ഞങ്ങളുടെ ലൈറ്റ് ആൻഡ് വ്യൂ. നമ്മളിങ്ങനെ ഊഞ്ഞാലിങ്ങനെ ഇരുന്ന് ഇരിക്കുക. കുറച്ച് പോവും. കാരണം കുറച്ചത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ശവമായി. നല്ല വ്യൂ ആ. ആക്ച്വലി നല്ല തണുപ്പ്. വി കാൻറ്റ് ഫിഗർ ഔട്ട് വിച്ച് ഇസ് ദ സ്കൈ ആൻഡ് ദ മൗണ്ടൻസ് ബിക്കോസ് അവിടെയൊക്കെ ലൈറ്റ് എത്തുന്നുണ്ട് വിച്ച് ലുക്സ് ലൈക്ക് സ്റ്റാർസ്. Happy birthday बोलो. Happy birthday to you. Happy birthday to you. Happy birthday. ഓക്കെ ഗൈസ്, നമ്മൾ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏതോ ഒരു സ്ഥലത്തേക്ക് എല്ലാവരും ഇവിടെ. നമ്മളെല്ലാം ഗോസ്റ്റ് ഹൗസിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ രാത്രി തണുത്ത് വരച്ച് എല്ലാവരും മാഗി കഴിക്കുകയാണ്. ബേസിക്കലി നമ്മൾ ഇവരെയൊക്കെ ഗോ സ്റ്റോപ്സിൽ നിന്ന് പരിചയപ്പെട്ടത് ആ കമ്മ്യൂണിറ്റി ഹാളിൽ റാൻഡം ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ആ വഴി വിട്ട് നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടത്. Say hi. Hi. So we are here at 1 a.m. Yes, to have Maggi. And it's too cold and we are in Rishikesh and it's too much fun. हम लोग 2 लोग थे, 2 लोग से 10 लोग हो चुके हैं. Oh my god. Yeah. We're celebrating his birthday. It's his birthday treat. Maggi खा लेंगे हम सब.
ഗൈസ് നമ്മൾ ത്രിവേണി ഘാട്ടിലാണ്. വെളുപ്പിന് 1 മണിക്ക് തണുത്ത് വരെ നമുക്ക് ഗ്ലൗസ് തൊപ്പി എന്തെങ്കിലും ഇടാത്ത ലെയർ ഓഫ് തുണി ഒന്നുമില്ല. പക്ഷേ ഇത്രയും ഒരു ഗ്രൂപ്പിനെ കിട്ടിയതുകൊണ്ട് നമ്മൾ ഭയങ്കര ലക്കിയാണ് ആക്ച്വലി. നമുക്ക് ഇത്ര എംപ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയതില്ല. നമ്മൾ തണുത്ത ഐസ് പോലെ ഇരിക്കുക. പക്ഷേ ഞാൻ എൻജോയ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. വരാനും കുറച്ച് കഷ്ടപ്പെടാൻ വിഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ അവസാനം റിയലി ഗുഡ്. इसका YouTube चैनल है, उसके लिए हम वीडियो बना रहे हैं. करवाएंगे सब्सक्राइब अपने यहाँ से भाई. നമ്മളൊരു ഗ്രൂപ്പാണ്. ഇവര് എല്ലാരും ഉണ്ട്. വി ഓൾ केम हियर 1 बजे हो गया ना. हाँ 1 बजे. इतना ठंड है. 2 जाएंगे भी थोड़ी देर बाद. हाँ डायरेक्ट फिर बीमार पड़ेंगे. രാത്രി 1 മണിക്കത്തെ സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. बर्थडे बॉय. हैप्पी बर्थडे मेरे भाई. मम्मी देखती है ये मैं तैर रहा हूँ यहाँ पे मछली बन के. Guys, this is Triveni Ghat at 2 AM. So pretty and so beautiful. ഇവിടെ ഇരുന്ന് one of the most beautiful view of our life we just witnessed. Like sitting here, we saw sunrise. I mean, sun just came up right in front of our eyes and it was so magical. So good. Like magical. Unbelievable. I don't know what to say, but itna experience that we could, I don't know how much camera could do justice, Yeah. but nothing beats this view. Like, grateful, forever grateful for this. Just show you. ഈ സൺറൈസ് ഞങ്ങൾ കണ്ടത് കുഞ്ചാപുരി ടെമ്പിളിൻ്റെ അവിടെ ഇരുന്നിട്ടാണ്. കുഞ്ചാപുരിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? വിശ്വാസം അനുസരിച്ചിട്ട് സതീദേവിയുടെ കത്തിയെരിഞ്ഞ ശരീരമായിട്ട് ഭഗവാൻ ശിവൻ പൊക്കോണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു ഭാഗം വീണത്രേ. അതും മുടിയാന്ന പറയപ്പെടുക. അതുകൊണ്ടാണ് ഇവിടെ കുഞ്ചാപുരി എന്ന് പേരിട്ടത്. സത്യം പറഞ്ഞാൽ ഋഷികേശിൽ നിന്ന് ഒരു 130 കിലോമീറ്റർ മേളിലാണ് കുഞ്ചാപുരി. അതും നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒരു 100-300 സ്റ്റെപ്പ് മേലെ കയറി. ഇറ്റ് ഈസ് അറ്റ് ദാറ്റ് ടോപ്പ് പോയിന്റ്. Okay guys, ഇവിടുന്ന് Our next ലൊക്കേഷൻ. അവിടുന്ന് പിന്നെ ഒരു 10-15 കിലോമീറ്റർ അപ്പുറം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാർ നമ്മളെ കൊണ്ടുപോയതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. पहाड़ों में पराठे खा रहे गाइस हम लोग. ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊരു വെളുപ്പിന് 7 മണിക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മൾ ഋഷികേശിന്റെ യഥാർത്ഥ ഭംഗി കാണുന്നത്. കാരണം നമ്മൾ എത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ട് ഋഷികേശിന്റെ വെട്ടത്തിലൊന്നും കാണാൻ പറ്റില്ല. ഈ പോകുന്ന വഴിക്കാണ് അതിന്റെ മനോഹരമായ ലൈക്ക് എന്താ പറയുക ഒരു എസെൻസ് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന തന്നെ വേണം ഞാൻ പറയാൻ. അതും ആ ഗംഗയുടെ കളർ ഉണ്ടല്ലോ, ആ ബ്ലൂ കളർ. ഓ ഇറ്റ് വാസ് ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. അതുപോലെ കുറേ വഴിയൊക്കെ ഭയങ്കര നാരോ കേട്ടോ. നമ്മൾ ഈ പല വഴിയൊക്കെ പോയി ഈ മാർക്കറ്റിന്റെ അതുവഴിയൊക്കെ ഏതാ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ നമ്മൾ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക തന്നെയായിരുന്നു പ്ലാൻ. ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് വി ആർ വെരി എക്സോസ്റ്റഡ്. कदम कदम बढ़ाए जा खुशी के गीत गाए. വിശക്കുന്നു ഗൈസ്. ഉറങ്ങി എണീറ്റ് കഴിക്കാൻ പോവാം നമ്മൾ. ഗൈസ് എൻ്റെ പുറകിൽ വ്യൂ കാണുന്നുണ്ടോ? ഇതാണ് ഗംഗ. നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ആ കഥയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലേ. നമ്മൾ ആക്ച്വലി ഇന്നലെ മുകളിലിരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങി വന്നപ്പം എന്തോ റൂമിൽ കുറേ സൗണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ പോയി ചുമ്മാ നോക്കി. അപ്പോൾ ഇങ്ങനെ ലൈക്ക് ഈ ഹോസ്റ്റൽസിലൊക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരവിടെ ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് എല്ലാവരോട് വെൽക്കം ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചു നാളെ എന്താ പ്ലാൻ, നമുക്ക് ഇവിടെ ഇങ്ങനെ സൺറൈസ് കാണാൻ പോയാലോ അല്ലെങ്കിൽ അങ്ങനെ പോയാലോ എന്ന് ചോദിച്ചു. നമ്മൾ പെട്ടെന്ന് ചടിക്കറിയസ്, നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലല്ലോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ യെസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നലെ പോയൊരു പോക്കാണ് ഇന്നലത്തെ ട്രിപ്പ് നിങ്ങൾ കണ്ടത്. ആക്ച്വലി ആദ്യം രാത്രി മാഗിയും ചായയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി സ്കൂട്ടർ റെൻറ്റിനെടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ആരും ഉറങ്ങാതെ വെളുപ്പിന് 4 മണിക്ക് സൺറൈസ് ട്രെക്ക് പോയിന്റിൽ പോയി. ലൈക്ക് ഞാൻ ആ സൺറൈസ് ട്രെക്ക് പോയിന്റിനെ പറ്റി എന്താ പറയാന്നറിയോ, നമ്മൾ ചെന്നപ്പോൾ ഒരു 4 മണി
നമ്മൾ ഈ ചന്ദ്രനൊക്കെ ഇല്ല ഇങ്ങനെ തൊടാൻ പറ്റുന്ന ആ ഒരു ദൂരത്തിലാണ് അത് നിന്നിരുന്നത്. അങ്ങനെ സ്റ്റാർ ഗേസിങ് തൊട്ട് സൺറൈസ് വരെ. ആ സ്റ്റാർ ഗേസിങ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 300 സ്റ്റെപ്പ് കയറി വേറൊരു അമ്പലം ഉണ്ട് അവിടെ. ആ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒരു ആർമി ഓഫീസർ സാർ നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പോൾ സാറാണ് ആ പോയിന്റ് നമുക്ക് കാണിച്ചു തന്നെ. അവിടെ പോയി ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് ആ സൺറൈസ് കാണാം. ആക്ച്വലി നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പം ഗോവയിൽ സൺറൈസ് കണ്ടിരുന്നു ബീച്ചിൽ. ഇപ്പോൾ മൗണ്ടൻസിൽ സൺറൈസ് ഉണ്ടോ. അതും മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അങ്ങേറ്റം മണ്ടയ്ക്കത്തെ പോയിന്റില്ലേ, ആ മണ്ടയ്ക്കത്തെ പോയിന്റിലാണ് നമ്മളെ കാണുന്ന സൺറൈസ്. കാരണം അവിടെ ഇരുന്ന് വെട്ടം വന്നപ്പോഴത്തേക്ക് നമുക്ക് താഴെ മൊത്തം മലകൾ കാണാം. എന്താ പറയുന്നത്, നമ്മൾ ഇതൊക്കെ പറയില്ലേ, എന്താ പറയുന്നത്, പെയിൻറ്റിങ്സ് ഒക്കെ പണ്ടിങ്ങനെ മല പോലെ വരയ്ക്കില്ലേ, അങ്ങനെയായിരുന്നു. ചോദിച്ചോക്കളോട് ഞങ്ങൾ 2 പേരും കണ്ട കാഴ്ചേനെ ഇതുവരെ പ്രോസസ്സ് ചെയ്തിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. അതിപ്പോഴും പ്രോസസ്സിങ്ങിലാണ്. അതിനെ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല, പക്ഷെ ക്യാപ്ചർ ചെയ്തത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ക്യാപ്ചർ ചെയ്തതും നമ്മൾ കണ്ടതും തമ്മിൽ വെരി മച്ച് ഡിഫറൻസ് ഉണ്ട്. Like it cannot do justice for what we saw in to be honest. It is such a beautiful view and we are so much grateful to witness that yesterday. ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സിന് എക്സ്റ്റെൻഡ് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തുമാത്രം ആവുമെന്ന്. പിന്നെ വന്ന് ഒരു 10 മണിക്ക് ഉറങ്ങി. നമ്മൾ ആക്ച്വലി സോസ്റ്റിലാണ് ബുക്ക് ചെയ്തത്. സോസ്റ്റിൽ ബുക്ക് ചെയ്ത് അത് വേറെ കഥയാണ്. സോസ്റ്റിൽ ബുക്ക് ചെയ്തു. പിന്നെ ഇവരുടെ ഈ ഗ്രൂപ്പ് ഫുള്ള് ഗോ സ്റ്റോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അവർ ആ ആർമിയിലെ സാർ നമുക്ക് വേണ്ടി ഇവിടെ ബുക്ക് ചെയ്ത് തന്നിട്ട് ഇവിടെ നിന്നാൽ മതി, നിങ്ങൾ ഹോസ്റ്റലിൽ പോകണ്ടെന്നൊക്കെ. അങ്ങനെ വേണ്ട, നമ്മൾ ഇന്നും ഗോ സ്റ്റോപ്സ് തന്നെയാണ് നിൽക്കുന്നത് അണ്ടിൽ ടുമോറോ ഇഫ് യു ഗെറ്റ് എ റൂം ദെയർ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് വിശേഷം. പിന്നെ എൻ്റെ പുറകിൽ കാണുന്നത് കണ്ടോ, ഇതാണ് ഗംഗയുടെ മോർണിംഗ് വ്യൂ. സോറി, ഈവനിങ് വ്യൂ. ഞങ്ങളുടെ എണീറ്റതേ ഉള്ളെങ്കിൽ മോർണിംഗ്, പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ഈവനിങ് വ്യൂ. സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുക. ശരിയാ. മണി 4:20. ഏതൊക്കെ ആംഗിളാണോ ക്യാമറ പിടിക്കേണ്ടതെന്ന് പോലും അറിയില്ല. 4:20 അപ്പുറത്ത് സൺസെറ്റ് നടന്നു. ഇറ്റ്സ് ഓൾ വെരി ഏർലി ഹിയർ. ഇപ്പം നമ്മൾ ഇറങ്ങിയത് ഫുൾ പാക്ഡ് ആയിട്ട്. ആ തെർമൽസ് അത് ഇതൊക്കെ രാവിലെ ഒരു ഇറക്കം ഇറങ്ങി. രാവിലെ ഒരു ഇറക്കം ഇറങ്ങി ഈ വെളുപ്പിന് സൺറൈസ് കാണാൻ. വീട്ടിൽ ഇട്ട പാൻറ് ഉടുപ്പ് ഒരു സ്വെറ്റർ ഇട്ടിട്ട് തണുത്ത് മരിച്ച് ചത്തില്ലെന്നേ ഉള്ളു എൻ്റെ പൊന്നെ. അതുകൊണ്ട് ആ അബദ്ധം. ഗ്ലൗസ് ഒക്കെ ഇടുന്ന ഒരു കാര്യമില്ല. ഇവിടുത്തെ തണുപ്പിനും മഞ്ഞിനൊന്നും പറയണല്ലോ. പിന്നെ എങ്ങനെയൊക്കെയോ എത്തിപ്പറക്കി വന്നു. നമ്മൾ ഓടിക്കണ്ടായിരുന്നു വണ്ടി. അതുകൊണ്ട് മാത്രം വണ്ടി ഓടിക്കണം വന്നാൽ ചത്തുപോയനെ. അപ്പം ശരി ഗൈസ്, ബാക്കി കഴിച്ചിട്ട് എന്താ അടുത്ത പ്ലാൻ എന്ന് തീരുമാനിച്ച പോലെ ഞാൻ ഐ വിൽ അപ്ഡേറ്റ് യു. ഇത് കണ്ടോ ആൾക്കാർ റാഫ്റ്റിങ്ങിന് പോകുന്നത്. നമ്മൾ ഇന്നിപ്പോൾ റാഫ്റ്റിംഗ് നടക്കില്ല, ലേറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇവൻച്വലി വീഴും. ഇത് കണ്ടോ 4:15 ഇവിടെ സൺറൈസ് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പോന്നെ സൺസെറ്റ്. സോറി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളപ്പം ഗോ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത പുതിയ ഡെസ്റ്റിനേഷൻ പോകാനായിട്ട് തീരുമാനിച്ചു ബസ് പിടിച്ച് നമ്മൾ മുസൂറി പോവും. എന്നിട്ട് എന്താ പ്ലാൻ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. പിന്നെ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ ഭയങ്കര സ്ലോ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. സോ അതിനൊന്ന് ചെക്കൗട്ട് ചെയ്ത് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് നിങ്ങൾ കാണുമല്ലോ 3 മണിക്കൂർ ബസ്സിൻ്റെ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ.